ഒരുപാട് മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ഉറപ്പിച്ച ഒരു രാഷ്ട്രീയ മാധ്യമ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ തന്നെ ജീവിച്ച പ്രതീക്ഷിച്ച ആന്റോ ആന്റണി ഏതായാലും ആ പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നപ്പോൾ ആ വേദിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതിൽ എന്തോ ചില പ്രതിഷേധവും വിഷമങ്ങളും ഒക്കെ സ്വാഭാവികമായും അടങ്ങിയിട്ടുണ്ട്. ഏതായാലും വന്ന നേതാക്കളൊക്കെ പറഞ്ഞത് ഇനി കോൺഗ്രസ്സിന് സണ്ണി ഡേയ്സ് ആണ്, സണ്ണിയുടെ ടീം സ്ട്രോങ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ രസകരമായ നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ രീതിശാസ്ത്രവും വെളിപ്പെടുത്തുന്ന നിലയിൽ തന്നെ നേതാക്കളൊക്കെ അവരുടെ ആ ഒരു മികവുണ്ടല്ലോ അത് വളരെ കൃത്യമായി തെളിയിച്ചു. അവരുടെ പ്രസംഗങ്ങളിൽ അത് മറച്ചുവെക്കാതെ അവർ അത് അവതരിപ്പിച്ചു എന്നത് ശ്രദ്ധേയമായി മാറി. അത്തരം ചില സാമ്പിൾ നമ്മൾക്ക് ഇനി ഒന്ന് കാണേണ്ടതുണ്ട്. ഐക്യത്തിൻ്റെ സന്ദേശം നൽകാനാണ് KPCC നേതൃത്വം ശ്രമിച്ചതെങ്കിലും ചടങ്ങിൽ ഉയർന്നത് നേതാക്കളുടെ വിമർശനവും ഒളിയമ്പുകളുമായിരുന്നു. സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള ഭിന്നതകൾ തുടരുമെന്ന സൂചനയാണ് പ്രമുഖ നേതാക്കൾ നൽകിയത്. മുൻപോട്ടേ പോയിട്ടുള്ളൂ, പിറകോട്ട് പോയിട്ടില്ല. എൻ്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ്, കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട്. അത് വിശ്വാസം കൊണ്ടാണ്, യാഥാർത്ഥ്യബോധം കൊണ്ടാണ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കെ സുധാകരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 4 വർഷക്കാലം കനത്ത വെല്ലുവിളികൾ നേരിട്ട സന്ദർഭത്തിലെല്ലാം ധീരമായി പാർട്ടിയെ നയിച്ച ഒരു KPCC പ്രസിഡന്റാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വ്യക്തമായും സുദൃഢമായും ജനങ്ങളും പ്രവർത്തകരും ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകണം. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അത് പരിശോധിക്കണം. അതുപോലെ തന്നെ UDFന്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ KCCയുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണം. ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട. കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം, ഒറ്റക്കെട്ടല്ലേ എന്ന്. അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക, അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്നാണ് ഞാൻ. പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ്. ഇപ്പം ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തൊക്കെ എത്തിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ആ യോഗത്തിൽ ഉയർന്നു കേട്ട നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒട്ടേറെ നേതാക്കൾ അവർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. അതിൻ്റെ രത്ന ചുരുക്കമാണ് ഇപ്പോൾ കണ്ടത്.